സംഘർഷം ആഴത്തിൽ മുറിവേൽപ്പിച്ച മണിപ്പൂരിന്റെ മുറിവുണക്കാനാണ് രാഹുൽ എത്തിയത്. സംഘർഷത്തിന് ശേഷം രാഹുൽ മൂന്നാം തവണയാണ് മണിപ്പൂരിലെത്തിയത്. കുക്കി മെയ്തൈ മേഖലകളിൽ വലിയ സ്വീകരണമാണ് രാഹുലിന് ലഭിച്ചത്. പ്രതിപക്ഷ നേതാവായും സഹോദരനായും മണിപ്പൂരിനൊപ്പം താനുണ്ടാകുമെന്ന ഉറപ്പാണ് രാഹുൽ നൽകിയത്. എത്ര തവണ വേണമെങ്കിലും മണിപ്പൂരിലെത്താമെന്നും രാഹുൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. മാറ്റമുണ്ടായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് മണിപ്പൂരിലെത്തിയതെന്ന് സന്ദർശന വേളയിൽ രാഹുൽ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് വേദനിപ്പിക്കുന്നതാണെന്നും രാഹുൽ പറഞ്ഞു. കലാപം കൈകാര്യം ചെയ്ത രീതിയിലുള്ള പ്രതിഷേധം രാഹുൽ മണിപ്പൂർ ഗവർണറെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യം രാഷ്ട്രീയവൽക്കരിക്കാനില്ലെന്ന നിലപാടാണ് രാഹുൽ സ്വീകരിച്ചത്. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. കലാപത്തിന്റെ ഇരകൾ താമസിക്കുന്ന ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. മൊയ്റാങ്ങിലെ ക്യാമ്പും രാഹുൽ സന്ദർശിച്ചു. ചുരാചങ്പുരിയിലെ കുക്കി ക്യാമ്പുകളും രാഹുൽ സന്ദർശിച്ചു. ഒടുവിൽ പത്രസമ്മേളനത്തിനിടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ രാഹുൽ പോയ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം സംസാരിക്കാനാണ് രാഹുൽ പത്രസമ്മേളനം നടത്തിയത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചോദ്യങ്ങൾ ഉയർന്നതോടെയാണ് രാഹുൽ പത്രസമ്മേളനത്തിൽ നിന്ന് നാടകീയമായി ഇറങ്ങിപ്പോയത്. आकर जनता की बात सुने. अंग्रेजी में भी बोल देता हूँ. I feel that it is important that the Prime Minister come here, listen to the people of Manipur, try and understand what is going on in Manipur. After all, Manipur is a proud state of the Indian Union, and it's very important that the Prime Minister, especially, even if it wasn't a tragedy, even if there was no tragedy, the Prime Minister should have come to Manipur. And in this huge tragedy, I request the Prime Minister to take 1 day, 2 days of his time and just come and listen to the people of Manipur. It will comfort the people of Manipur, and we are, as the Congress party, ready to support anything that would improve the situation here. Thank you very much. नहीं भैया, मैं भैया यहाँ सवाल नहीं, I'm not. No, listen, please, 1 second, please respect what I am saying. I have come here to give a clear message. I am not interested in answering questions that are designed to divert the issue. No. Please listen to me. I have made my statement. Thank you very much. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കൂ. വ്യക്തമായൊരു സന്ദേശം നൽകാനാണ് ഞാൻ വന്നത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല, രാഹുൽ പറഞ്ഞു. മണിപ്പൂരിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് രാഹുൽ പരാമർശിച്ചു. 2023 മെയ് മാസം മുതൽ ഇങ്ങോട്ട് തുടർച്ചയായ കലാപം സംസ്ഥാനത്തിനെ വീർപ്പുമുട്ടിക്കുന്നു. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നതെല്ലാം കോൺഗ്രസ് ചെയ്യുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഞാൻ മണിപ്പൂരിലെത്തിയത് കലാപബാധിതരായ ജനങ്ങളുടെ ദുരിതങ്ങൾ കേൾക്കാനും അവരിൽ ആത്മവിശ്വാസം നിറയ്ക്കാനുമാണ്, രാഹുൽ പറഞ്ഞു. അതിനിടെയാണ് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്നുണ്ടായതും രാഹുൽ പത്രസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്.